ഇനി ഡയറക്ടർ മോഹന്റെ വാക്കുകളിലേക്ക്. എന്റെ ആദ്യ സിനിമ എന്ന് പറയുന്നത് രണ്ട് പെൺകുട്ടികൾ. പക്ഷെ അത് വരുന്ന അല്ല ഇന്നസെന്റ് വന്നത്. കാരണം ഞാൻ ചീഫ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പടത്തിൽ കൂടെയാണ് ഇന്നസെന്റിനെ ആദ്യം ഞാൻ കൊണ്ടുവന്നത്. അതായത് നൃത്തശാല എന്ന് പറഞ്ഞ 72-ലുള്ള ഒരു പടം. അന്ന് തൊട്ട് ഇന്നസെന്റ് എന്റെ കൂടെയുള്ള ഒരു പാർട്ടിയാണ്. അതിനുശേഷം ഇന്നസെന്റ് ഇടയ്ക്ക് വിട്ട് വേറെ ചില ബിസിനസ്സും ഒക്കെ ആയി പോയി. വീണ്ടും തിരിച്ച് എന്റെ പടങ്ങൾ ഞാൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായപ്പോൾ എന്റെ കൂടെ വീണ്ടും എനിക്ക് ചെയ്യാവുന്ന കഥാപാത്രങ്ങളെ കൊടുത്തുകൊണ്ട് ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഞങ്ങൾ വളരെ ചെറുപ്പം തൊട്ടേയുള്ള ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നസെന്റും ഡേവിഡ് കാച്ചപ്പള്ളി എന്ന് പറയുന്ന എന്റെ പ്രൊഡക്ഷൻ മാനേജറായിരുന്നു അന്ന് ഡേവിഡ് കാച്ചപ്പള്ളി. അദ്ദേഹത്തിനും ഇന്നസെന്റിനും വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങുന്നത്, ശത്രു ഫിലിംസ് എന്ന് പറയുന്നത്. അതിന് ഞങ്ങൾ 2 പടം ആ ബാനറിൽ നിർമ്മിച്ചു. ഇവിടെ പറയും മുമ്പേ ഇളക്കങ്ങളും. അതും ഇന്നസെന്റിന് വേണ്ടി മാത്രം ഞാൻ തുടങ്ങിയ കമ്പനിയാണ്. അത് ഡേവിഡും കൂടി സഹകരിപ്പിച്ചു. എന്റെ ഡേവിഡിന്റെ പ്രൊഡക്ഷന്റെ ഒരു കഴിവ് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അത് കാരണം കൊണ്ട് എന്റെ കൂടെ 4-5 പടം ഇന്നസെന്റ് ഡേവിഡും വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ഡയറക്ടറായതിനു ശേഷം. അപ്പൊ അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഞാനും അവരുടെ സുഹൃത്താണ്. അപ്പൊ ഇന്നസെന്റ് ആവശ്യപ്പെട്ടു നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള നിലയ്ക്ക് വന്ന് പെട്ടപ്പോ ഞാൻ അതിന്റെ ഇനീഷ്യേറ്റീവ് എടുത്തു. ഓൺ പ്രൊഡക്ഷൻ കമ്പനി ഞാൻ തുടങ്ങി. എന്റെ വൈഫായിരുന്നു അതിന്റെ ഒരു മേജർ പാർട്ട്ണർ. അങ്ങേരുടെ അഭിനയത്തിനെ പറ്റിയൊക്കെ കൂടുതൽ പറയേണ്ടത് അങ്ങേരുടെ സ്വഭാവത്തിനെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു കാലത്തും വിഷമനായി അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടില്ല. 72-ല് ഇങ്ങനെ ഞാൻ തല്ലിക്കളഞ്ഞാൽ പോലും പോവില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കൂടിയതിന് ശേഷം പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ടുള്ള വളരെ ക്രൂരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം പ്രവർത്തിപ്പിക്കാറ്. കൂടെ പോകുന്ന എൻ്റെ വേറെ 2-3 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ച ഗ്രൂപ്പിലുണ്ടായിരുന്ന അവർ കോളേജിൽ എൻ്റെ ഒപ്പം പഠിച്ച ആൾക്കാരായിരുന്നു. അവരുടെ മനോഭാവവും അവർ തളർന്ന് പരിപ്പണമായിട്ട് വരുമ്പോൾ ഇന്നസെന്റ് അതെല്ലാം ഹാസ്യരൂപേണ എടുത്ത് അവതരിപ്പിക്കാറുണ്ട്. ഇതാണ് ഇന്നസെന്റ് എന്ന് പറയുന്ന കഥാപാത്രം. കാരണം ഒരിക്കലും ചിരിട്ട് പോവാത്ത ഒരു മനുഷ്യനായിരുന്നു. വളരെ കാര്യപ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുപ്പത്തിലേ നാടകമായിട്ടുള്ള എനിക്കുള്ളൊരു ബന്ധവും ഇന്നസെന്റിന് അതിനുള്ളൊരു ആസക്തിയും കൊണ്ട് തന്നെ അഭിനയ രംഗത്തേക്ക് ഇങ്ങേര് വരുമ്പോൾ എനിക്ക് ചില പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നു. ഇന്നസെന്റിന് ഒരു ഭാവിയിൽ ഒരു നല്ല നടനായി തീരാൻ പറ്റുമെന്ന്. അത് എന്ത് ത്യാഗം അങ്ങനെ അത് നിർവഹിക്കുകയും ചെയ്തു.